ജന്തർ മന്ദറിൽ CJP നടക്കുന്ന പ്രതിഷേധം 20ാം ദിവസം എത്തുമ്പോഴേക്കും സ്റ്റുഡൻസിനെ കൊണ്ടും അഭിജിത് ദീപകിനെ കൊണ്ടും പോലീസിന്റെ കാല് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ നമുക്കത് പരിശോധിക്കാം. അതിനു മുൻപായി കഴിഞ്ഞ 4-5 ദിവസമായി ജന്തർ മന്ദറിലും അതുപോലെ CJPയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യം തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രൈമറി കൺസേൺ ആയിട്ട് പ്രൈമറി റീസൺ പറഞ്ഞിട്ടുള്ളത് നീറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിന്റെ പ്രൈമറി കൺസേൺ ആയിട്ടുള്ള നീറ്റ് റിലേറ്റഡ് പ്രശ്നങ്ങൾ അത് നോ ലോങ്ങർ റിലവന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി അതിന് പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് എന്ത് ചെയ്യണം, തിരിച്ചു നൽകണം. അതായത് അവർ ചെയ്തിട്ടുള്ള സസ്പെൻഷൻ എന്ത് ചെയ്യണം, റിവോക്ക് ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. അതായത് ആ അക്കൗണ്ട് തിരിച്ചെന്ത് ചെയ്യണം, CJPക്ക് തന്നെ നൽകണം, സസ്പെൻഷൻ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് സോനം വാങ്ചുങ് അതുപോലെ 6 സ്റ്റുഡൻസും ഹങ്കർ സ്ട്രൈക്ക് നിരാഹാരമിരുന്ന് ഇന്ന് 12ാമത്തെ ദിവസമാണ്. പക്ഷേ അതിൽ 2 സ്റ്റുഡൻസിന്റെ ഹെൽത്ത് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഡാനിഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനി ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത് സൺഡേ ആണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ വിഷ്വൽസ് കാണാം. बस ये जो बाकी लोग കണ്ടല്ലേ, അവരുടെ ഹെൽത്ത് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അതാ ഇന്നലെ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം സ്ട്രൈക്കിന്, ഹങ്കർ സ്ട്രൈക്കിന്റെ നിരാഹാരത്തിന്റെ 11ാമത്തെ ദിവസം മറ്റൊരു സ്റ്റുഡന്റിനെയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഹൃഷികേഷ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിനെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വിഷ്വൽസ് കാണാം. ക്രിട്ടിക്കൽ നെർവസ് ഇഷ്യൂ മൂലമാണ് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മളുടെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോ യാതൊരു കുലുക്കവുമില്ല. നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആണെങ്കിൽ ഇപ്പോൾ ട്രിപ്പിലാണ്. ഇനി നമുക്കൊരു വിഷ്വൽ കാണാം. കണ്ടല്ലേ, അഭിജിത് ദീപക്കും അതുപോലെ മറ്റു സ്റ്റുഡൻസും അവിടെ പോലീസിന്റെ കാല് പിടിക്കുകയാണ്. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മഴ, അതായത് ഡൽഹിയിൽ മഴ ആയതുകൊണ്ട് തന്നെ ടാർപോളിൻ ഷീറ്റ്സ് ഒക്കെ, അതായത് അതിന്റെ ഷെൽട്ടേഴ്സ്, ടെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, പ്രൊട്ടസ്റ്റിന്റെ പ്ലേസസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, മഴ കൊള്ളുന്നു, ഹെവി റെയിൻ ആണ്, അതുകൊണ്ട് അത് കൊള്ളുന്നു. അതുകൊണ്ട് ഇത് കൊണ്ടുവരാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസിനോട് എന്ത് ചെയ്തിട്ടുള്ളത്, പോലീസിന്റെ കാല് പിടിക്കുന്നത് അഭിജിത് ദീപക് മാത്രമല്ല, സ്റ്റുഡൻസ് കൂടെ. അതിന്റെ അടുത്ത് സ്റ്റുഡൻസ് പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ കാല് പിടിച്ച് പറയുന്നുണ്ട് പോലീസിനോട് ആ ടെന്റ് കൊണ്ടുവരാൻ അനുവദിക്കണം എന്നുള്ള കാര്യം. പക്ഷേ പോലീസ് ഇവിടെ കേട്ടില്ല. ഇനി അഭിജിത് ദീപക് ഈ പ്രശ്നത്തിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ये लोग कह रहे हैं कि त्रिपाल के लिए परमिशन लेनी पड़ेगी, ऊपर से अप्रूवल का वेट कर रहे हैं. तो समझ में नहीं आ रहा है कि PMO से अप्रूवल आना बाकी है या होम मिनिस्ट्री से अप्रूवल आना बाकी है. ये त्रिपाल है, इसमें अंदर, इसको अंदर लेकर जाने से क्या प्रॉब्लम है? वहाँ अंदर लोग भीग रहे बारिश से, कल पूरी रात बारिश हुई है, अंदर लोग भीग रहे. अगर बीमार पड़ जाएंगे तो क्या होगा? इसके लिए क्या परमिशन की जरूरत है? इसमें क्या डेंजरस है अंदर लेकर जाने से? दिल्ली पुलिस कह रही है कि हम आदेश का वेट करें. 3 दिन से ये आदेश का वेट कर रहे हैं. एक त्रिपाल लेकर जाने के लिए 3 दिन के लिए आदेश का वेट करें हम. अंदर जो लोग बैठे हुए हैं, जो भीग रहे रात भर, उसकी जिम्मेदारी कौन? दिल्ली पुलिस ले लेगी. फिर इन लोगों ने तो खुद अपने टेंट लगा लिए. देखिए इनके टेंट, एक ने 2 टेंट लगा रखे, उसके लिए एक ने 2 टेंट लगा रखे, टेंट के ऊपर टेंट चढ़ा रखे ताकि भीगे ना. इनके यूनिफॉर्म दिखाइए, इनके यूनिफॉर्म पर एक बूंद भी नहीं गिरी है बारिश की. अंदर सारे स्टूडेंट्स भीग रहे और इनके यूनिफॉर्म देखिए कैसे चकाचक चमक रहे.
दो टेंट लगा रखे हैं इन्होंने खुद के लिए, हर जगह टेंट है, अंदर भी टेंट लगाए हुए बैठे खुद के लिए दो टेंट लगे हुए हैं इन्होंने। इनकी यूनिफॉर्म चकाचक है, एक बूंद तक बारिश की इनकी यूनिफॉर्म पर गिर नहीं रही है। अंदर स्टूडेंट्स के गद्दे भीग चुके हैं, बेडशीट भीग चुकी है, और त्रिपाल के लिए कह रहे कि आदेश का वेट करे। 3 दिन से आदेश नहीं आ रहा है, तो आदेश का वेट कहाँ से कर रहे हैं? पीएमओ के ऑफिस से आदेश नहीं आ रहा है या होम मिनिस्ट्री से? बता दीजिए कहाँ चिट्ठी लिखनी है? नरेंद्र मोदी जी को चिट्ठी लिखनी है या अमित शाह जी को चिट्ठी लिखनी है? खुद रेनकोट पहन रहे हैं, यूनिफॉर्म चकाचक चमक रही है, एक बूंद तक बारिश की, जूते भी चमक रहे हैं, इनके जूते तक कीचड़ में इनके जूते देखिए कितने चमक रहे हैं। प्रॉपर पॉलिश हाँ, पानी भी नहीं लगा। अरे इनकलाब जिंदाबाद, 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 इनकलाब जिंदाबाद। ഇവിടെ അഭിജിത്ത് ദീപക് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് പോലീസ് എന്ത് ചെയ്യുന്നു, ചെർപ്പോ ലൈൻസ് ഒക്കെ അകത്തേക്ക് കയറ്റുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത്, അവർക്ക് എന്ത് ചെയ്യണം, അവർ കാത്തിരിക്കുകയാണ് അപ്രൂവൽ ഫ്രം എബോവ്, മുകളിൽ നിന്നും അപ്രൂവൽ, സമ്മതം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞതെന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, അഭിജിത്ത് ദീപക് ഇവിടെ കളിയാക്കുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഇവർക്ക് ഈ അപ്രൂവൽ കിട്ടേണ്ടത്, സമ്മതം കിട്ടേണ്ടത്, ഡയറക്ട്ലി ഫ്രം PMO അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നാണോ അതോ ഹോം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നാണോ എന്നാണ് ചോദിച്ചത്. അതൊരു കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചാണ്. അതുപോലെ തന്നെ അഭിജിത്ത് ദീപക് അതിനുശേഷം പറഞ്ഞത് പ്രൊട്ടസ്റ്റേഴ്സിന്റെ, ഈ സമരം ചെയ്യുന്ന ആളുകളുടെ കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. അതായത് ഇവര് രാത്രിയിലൊക്കെ നല്ല മഴയാണ്, അപ്പോൾ ഈ മഴയൊക്കെ കൊണ്ടിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഭിജിത്ത് ദീപക്. അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അഭിജിത്ത് ദീപക് ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ടെർപോലിൻ ഷീറ്റ്സ് ഒക്കെ അകത്ത് കയറ്റിയതിനെ കൊണ്ട് എന്ത് വലിയ ഒരു ഡേഞ്ചറസ്, എന്ത് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ അപകടമാണ് ഉണ്ടാവുക എന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത്, ഈ മഴ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ മെട്രസ് അതുപോലെ ബെഡ്ഷീറ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നനഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോലീസിന് ഒരു കൺസേൺ അല്ല. പോലീസ് ഇപ്പോഴും പറയുന്നത് ഈ ടെർപോലൈൻ ഷീറ്റ്സ് അകത്ത് കേട്ടില്ല എന്നാണ്. അഭിജിത്ത് ദീപക് ചോദിക്കുന്നത്, എന്താണ് ഇത് കൊണ്ടുവന്നാലുള്ള അപകടം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡ്, അതായത് അഭിജിത്ത് ദീപക് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അതായത് പോലീസിന്റെ ഇരട്ടത്താപ്പ്. അതായത് പോലീസിനെ നോക്കിക്കഴിഞ്ഞാൽ, അവിടുത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി. അതേസമയം അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാം ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് നന്നിട്ടൊന്നുമില്ല. കാരണം ആ ടെന്റിന്റെ അടിയിലാണല്ലോ അവരൊക്കെ നിൽക്കുന്നത്. എന്നാൽ അതേസമയം സ്റ്റുഡന്റിന്റെ കാര്യം അഭിജിത്ത് ദീപക് ഇവിടെ കമ്പയർ ചെയ്യുകയാണ്, അതായത് പോലീസിന്റെയും അതുപോലെ സ്റ്റുഡൻസിന്റെയും കാര്യം. സ്റ്റുഡൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ക്ലോത്ത്സ് ആവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, അല്ലെങ്കിൽ ചെപ്പൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നനഞ്ഞിട്ട് കുതിർന്നിരിക്കുകയാണ് എന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. അതുപോലെ അഭിജിത്ത് ദീപക് പറയുന്നത്, ഒരു ദിവസമല്ല, ഇത് 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഓർഡർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോലീസ് നിൽക്കുന്നത് ഇത് 3ാമത്തെ ദിവസമാണ്. ഇനി കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഈ ആർക്കാണ് ഞങ്ങൾ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റർ എഴുതേണ്ടത്? പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി സാറിനാണോ അതോ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാക്കാണോ എന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ ചോദിക്കുന്നത്. അതായത് ആരോട് ചോദിച്ചാലാണ് ഇവർക്ക് ഈ ടെർപോലൈൻസും ഷീറ്റ്സും ടെൻസും ഒക്കെ അകത്തേക്ക് കയറ്റാനുള്ള പെർമിഷൻ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയോടാണോ അതോ ഹോം മിനിസ്റ്ററിനോടാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു വീഡിയോ കൂടി കാണാം. जूते दिखा दीजिए, बारिश की एक बूंद तक यूनिफॉर्म या इस पर नहीं है, खराब हुए, देखिए देखिए सर को देखिए, सारे स्टूडेंट भीग चुके, कपड़े भीग चुके, बीमार गिर रहे हैं। सर की यूनिफॉर्म दिखा दीजिए, देखिए कैसे टाइड की सफेदी जैसी चमक रही है। सर कह रहे त्रिपाल नहीं लेकर जाने देंगे, स्टूडेंट को भीगने दीजिए जब तक ऊपर से आदेश नहीं आता है, ये सर का कहना है। और सर का टेंट देखिए, एक टेंट लगाया है सर ने, ऊपर और एक टेंट है। सर इसके ऊपर का स्लैब का सीमेंट का स्लैब भी बना लीजिए, लेकिन त्रिपाल अंदर मत जाने दीजिए, ठीक है? स्टूडेंट भीगे, स्टूडेंट बीमार गिर जाए वो चलेगा। 19-20 साल के बच्चे बारिश में कल रात तक ये आपके लिए खड़े हैं, सो नहीं पाए वो बच्चे। ഇവിടെയും അഭിജിത്ത് ദീപക് കാണിക്കുന്നത് പോലീസിന്റെ ഇരട്ടത്താപ്പനെയാണ്. അതായത് പോലീസ് ഇവിടെ കമ്പയർ ചെയ്യുന്നതാണ്, അതായത് പോലീസിന്റെ കംഫർട്ട്. കാരണം പോലീസിന്റെ യൂണിഫോം നോക്കിയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാലും എന്താണ്, അവർ വെൽ ഷൈനിങ് ആണ്, ക്ലീൻ ആണ്, എല്ലാം ഓക്കെയാണ്, ഡ്രൈ ആണ്, ഒരു കുഴപ്പമില്ല അവരുടെ യൂണിഫോംസിനോ അല്ലെങ്കിൽ ഒന്നിനും. എന്നാൽ അതേസമയം സ്റ്റുഡൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ നനഞ്ഞിട്ട് ആകെ ഇല്ലാതായിരിക്കുകയാണ്. അത് മാത്രമല്ല അഭിജിത്ത് ദീപക് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടെർപോലൈൻ, അതായത് ഇവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്, അതായത് മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നാണുള്ള കാര്യമാണ് അഭിജിത്ത് ദീപക് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അഭിജിത്ത് ദീപക് കാണിക്കുന്നത്, അവരവിടെ ചെയ്തിട്ടുള്ളത്, അതായത് പോലീസിന്റെ ടെന്റും കാര്യങ്ങളൊക്കെയാണ്.
അതായത് അവർക്ക് ടെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സേഫ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ അതേസമയം 19ഉം 20ഉം വയസ്സുള്ള സ്റ്റുഡൻസ് അവിടെ മഴത്ത്, അതായത് മുഴുവൻ രാത്രിയും മഴത്താണ് അവിടെ നിൽക്കുന്നത് ഉറങ്ങാതെ. കാരണം മഴ പെയ്യുമ്പോൾ ഉറങ്ങാൻ സാധിക്കില്ല, അപ്പോൾ ഉറങ്ങാതെ ഇവിടെ നിൽക്കുന്നു. അതേസമയം പോലീസ് ആണെങ്കിൽ അവിടെ ടെന്റൊക്കെ കെട്ടിയിട്ട് സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിൽക്കുന്നു. അഭിജിത്ത് ദീപക് ചോദിക്കുന്നത്, ഈ ടെന്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻഹ്യൂമൻ പ്രാക്ടീസ് ആണ്. അതായത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 ദിവസമായി അവിടെ പ്രതിഷേധം നടത്തുന്നത് വേറെ ആരുമല്ല, ഇന്ത്യയിലെ സ്റ്റുഡൻസ് ആണ്. അത് മാത്രമല്ല 12 ദിവസമായി ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാരവും അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും നമ്മുടെ സർക്കാരിന് അവിടെ നോക്കാൻ സമയമില്ല. ഇനി ഗോദി മീഡിയയുടെ കാര്യം നോക്കിയാൽ പറയുന്നത് തന്നെ മനസ്സിലായല്ലോ. ഗോദി മീഡിയ അവർ ആ കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ല. ഇങ്ങനൊരു സംഭവം അതായത് ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് ഈ ഗോദി മീഡിയ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടിങ്ങോ ഒന്നുമില്ല. കാരണം ഇത് ചെറിയ കാര്യമാണോ, നിസ്സാരമായ കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം വലിയൊരു പ്രൊട്ടസ്റ്റ്, 20 ദിവസമായി ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു. എന്നിട്ടും ഇതുവരെ ഒരു നാഷണൽ മീഡിയയും അവിടെ പോയി കവർ ചെയ്യുന്നില്ല. ഇതൊക്കെ ഇപ്പോഴും കവർ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇത് കൂടുതലുമായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നാഷണൽ മീഡിയ ഒന്നും ഇതിനെ കവർ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഗോദി മീഡിയ അവർക്കൊരു അജണ്ടയുണ്ട്. ഈ കാര്യങ്ങൾ അവിടെ നടക്കുന്ന 20 ദിവസത്തെ പ്രൊട്ടസ്റ്റ് ആയിട്ടും ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല എന്ന് അവർക്ക് മുകളിൽ നിന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അതായത് അഭിജിത്ത് ദീപക് ഇവിടെ ചോദിക്കുന്നത്, ടെർപോലൈൻസ്, ഷീറ്റ്സ് ഒക്കെ, ടെന്റ് ഒക്കെ എന്ത് ചെയ്യണം, അകത്തേക്ക് കയറ്റാൻ കിട്ടേണ്ട മുകളിൽ നിന്നുള്ള റിപ്പോർട്ട് ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഗോദി മീഡിയക്ക് എന്ത്, അത് അവിടത്തേക്ക് പോകരുത്, അത് കവർ ചെയ്യരുത്. കാരണം അവരും കൂടി കവർ ചെയ്ത് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മറ്റൊരു രീതിയിലേക്ക് മാറും. പക്ഷെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് ലഭിക്കരുത് എന്ന് വാശിയുണ്ട് നമ്മളുടെ ഗവൺമെന്റിന്. അതുകൊണ്ടാണ് ഗോദി മീഡിയ ഇതിനെ കവർ ചെയ്യാത്തത്. ഇനി ഇപ്പോൾ ഇവിടെ നടക്കുന്ന 20 ദിവസമായിട്ട് നടക്കുന്നതിൽ ഒരു കാര്യം പോലും, ആകെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നടത്തുന്നത്, അല്ലെങ്കിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അത് തീവ്രവാദികളാണ് നടത്തുന്നത്. അതായത് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നവരൊക്കെ തീവ്രവാദികളാണ്. അതായത് രാജ്യത്തെ സ്റ്റുഡൻസിനെയാണ് അവർ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു സംസാരമോ ഒന്നും, അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റോ ഒന്നും ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു കാര്യം, അതായത് മഴയായിട്ടും അത്രയും ഹെവി റെയിൻ ആയിട്ടും അവിടെ ഷീറ്റ്സോ ടെൻസോ ഒന്നും കൊണ്ടുവരുന്നില്ല. കാരണം എന്താണ്? ഇത് കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ, സ്റ്റുഡൻസ് അവിടെ നിന്ന് പിന്മാറും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കാര്യം ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഉത്തരവ് കൊടുക്കാൻ 3 ദിവസമായി അഭിജിത്ത് ദീപക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉത്തരവ് കിട്ടിയിട്ടാന്ന് പറഞ്ഞ കഴിഞ്ഞ 3 ദിവസമായിട്ട്. എന്തുകൊണ്ട്? അതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇവരെ മഴ കൊണ്ട് ഒന്നെങ്കിൽ അസുഖമായി അവിടുന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവിടുന്ന് മാറിപ്പോവുക. കാരണം ഇതിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന് ഉത്തരമില്ല. ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ നമ്മളുടെ ഗവൺമെന്റ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഞങ്ങൾ എന്തും ചെയ്യും, ചോദ്യം ചെയ്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അതിൽ ഇടപെടില്ല എന്നാണോ? ഇതിനൊക്കെ ഉത്തരം തരേണ്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എവിടെയാണ്? ആള് ടൂറിലാണ്. ആൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നോക്കേണ്ടേ? കാരണം ഇവിടെ നടത്തുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആണ്. 20 ദിവസമായി ഇതുവരെ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ട്?